കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ധാരാളം നിയമങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതെല്ലാം നടപ്പാക്കാൻ നിയമ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ മൃഗങ്ങളെയും മറ്റ് ജീവികളെയും ശിക്ഷിച്ച യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയും ചില വിചിത്രമായ സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ തൂക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ശിക്ഷ വിധിക്കപ്പെടുകയുമൊക്കെ ചെയ്ത ചില മൃഗങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. തൂക്കിലേറ്റപ്പെട്ട മേരി എന്ന ആന. ഈ കഥ നടന്നത് അധികകാലം മുൻപല്ല. 2016 അമേരിക്കയിലെ ടെന്നസ് എന്ന ചെറിയ പട്ടണത്തിലാണ് സംഭവം. സ്പാർക്സ് എന്ന സർക്കസ് സംഘത്തിൻ്റെ പ്രകടനം നടക്കുകയായിരുന്നു അവിടെ. മേരി എന്ന പെൺ ആനയുടെ സർക്കസിലെ പ്രകടനങ്ങൾ ആളുകൾ ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ മുൻപ് ആനയെ പരിശീലിപ്പിച്ച് പരിചയമില്ലാത്ത റെഡ് എൽഡ്രിഡ്ജ് എന്നയാളായിരുന്നു മേരിയെ അന്ന് നോക്കിയിരുന്നത്. പ്രകടനത്തിനിടെ എഴുന്നേൽപ്പിക്കാൻ ഇയാൾ ഒരു ലോഹക്കൊളുത്തുകൊണ്ട് മേരിയെ അടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ മേരി അയാളെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് നിലത്തിട്ട് ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് തന്നെ തലയിൽ ചവിട്ടി കൊന്നു. അതിനിടെ ഒരാൾ ആനയ്ക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയും ചെയ്തു. അങ്ങനെ ആനയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് ആളുകൾ പ്രക്ഷോഭം തുടങ്ങി. തുടർന്ന് മേരിയെ പരസ്യമായി തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. കഴുത്തിൽ ചങ്ങലയിട്ട് ആനയെ ക്രെയിനിൽ തൂക്കി. പക്ഷേ ചങ്ങല പൊട്ടിപ്പോവുകയായിരുന്നു. എന്നാൽ രണ്ടാം തവണ ഉറപ്പുള്ള ചങ്ങലയിട്ട് മേരി എന്ന ആനയെ തൂക്കിക്കൊല്ലുകയായിരുന്നു. ചമ്പാവത്ത് കടുവ. ഇന്ത്യയിലെയും നേപ്പാളിലെയും ഹിമാലയൻ ഗ്രാമങ്ങൾ പേടിച്ചു വിറച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ചമ്പാവത്ത് കടുവ എന്ന നരഭോജി മനുഷ്യരെ ഒന്നിനു പിറകെ ഒന്നായി കൊന്നൊടുക്കിയ കാലമായിരുന്നു അത്. ചമ്പാവത്ത് എന്ന പ്രദേശത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ഈ നരഭോജി കടുവ കൊന്നൊടുക്കിയത് 430-ലേറെ മനുഷ്യരെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ കൊന്നൊടുക്കിയെന്ന ഗിന്നസ് റെക്കോർഡ് ചമ്പാവത്ത് കടുവയുടെ പേരിലാണ്. അങ്ങനെ ഈ നരഭോജി കടുവയെ കൊല്ലാൻ ഉത്തരവിടുകയും 1907 ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ ഈ കടുവയെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു. ഇനി പറയാൻ പോകുന്ന രണ്ട് സംഭവങ്ങളും നടന്നത് ഫ്രാൻസിലാണ്. 1386 ഫ്രാൻസിലെ ഫലൈസ് എന്ന സ്ഥലത്തെ കോടതിയിൽ ഒരു കേസെത്തി. ഒരു വീട്ടിലെ പന്നിക്കൂട്ടിൽ അറിയാതെ വീണ ഒരു കുട്ടിയെ പന്നികൾ കടിച്ചു കൊന്നതായിരുന്നു ആ കേസ്. മാതാപിതാക്കൾ അറിയാതെ പന്നികളുടെ അടുത്തു പോയതായിരുന്നു ആ കുട്ടി. വിശന്നിരിക്കുന്ന പന്നികളാകട്ടെ ഭക്ഷണമെന്ന ധാരണയിൽ ഭക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ കേസിന് വിധി വന്നു. കേസിൽ പന്നിയുടെ കൈകാലുകൾ മുറിച്ചു മാറ്റിയ ശേഷം കൊല്ലാനായിരുന്നു കോടതി വിധി. അതുപോലെ തന്നെ 1494 ഫ്രാൻസിൽ മറ്റൊരു സംഭവവും നടന്നു. തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ പന്നി കടിച്ചു കൊന്നുവെന്നായിരുന്നു ആ കേസ്. കോടതി വിധി പ്രകാരം ആ പന്നിയെ തൂക്കിലേറ്റുകയും ചെയ്തു. 1474 സ്വിറ്റ്സർലാൻഡിലാണ് ഈ സംഭവം നടന്നത്. ആ നാട്ടിൽ ഒരു പൂവൻ കോഴി മുട്ടയിട്ടു എന്നതായിരുന്നു കേസ്. അക്കാലത്ത് ഇത്തരത്തിൽ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായാൽ അവയെ നശിപ്പിച്ചു കളയണമെന്ന തെറ്റിദ്ധാരണ നിലനിന്നിരുന്നു അത്രേ. അങ്ങനെ ഈ കേസ് വിചാരണക്കെത്തി. പിശാചിൻ്റെ സൃഷ്ടിയാണിതെന്നായിരുന്നു അന്നത്തെ വിചിത്രമായ കണ്ടെത്തൽ. ഈ കോഴിയെ ചുട്ടുകൊല്ലാൻ കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. നെപ്പോളിയൻ്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അതായത് 1792-1815 കാലഘട്ടം. ഫ്രാൻസുമായി ബന്ധപ്പെട്ട എന്തും സംശയത്തോടെയായിരുന്നു ബ്രിട്ടൻ അന്ന് കണ്ടിരുന്നത്. ആയിടക്ക് ബ്രിട്ടനിലെ ഹാർട്ടൽപൂൾ തീരത്ത് ഒരു തകർന്ന ഫ്രഞ്ച് കപ്പൽ വന്നടിഞ്ഞു. അതിൽ പക്ഷേ ജീവനോടെ അവശേഷിച്ചത് ഒരു കുരങ്ങ് മാത്രമായിരുന്നു. എന്നാൽ ഈ കുരങ്ങ് ഒരു ചാരനാകുമെന്നായിരുന്നു ആ നാട്ടുകാരുടെ കണ്ടെത്തൽ. അങ്ങനെ ആ നാട്ടുകാർ തന്നെ വിചാരണ നടത്തി ആ കുരങ്ങിനെ തൂക്കിലേറ്റുകയായിരുന്നു. 1519 സ്റ്റെൽവിനോ എന്ന സ്ഥലത്ത് ഒരു വിചിത്രമായ വിധിയുണ്ടായി. ഇന്ന് ഇറ്റലിയിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തി ഒരു കൂട്ടം മോളുകളെ എന്നേക്കുമായി നാടുകടത്താൻ തീരുമാനിച്ചു. ചില യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും കണ്ടുവരുന്ന എലി വിഭാഗത്തിൽപ്പെടുന്ന സസ്തനികളാണ് ഈ മോളുകൾ. ആ വിധിയിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. അതായത് മുതിർന്ന മോളുകളെ പെട്ടെന്ന് തന്നെ നാടുകടത്തണം. അതേസമയം ശൈശവാവസ്ഥയിലുള്ളവയ്ക്ക് 14 ദിവസത്തെ സാവകാശവും അനുവദിക്കുന്നു എന്നതായിരുന്നു ആ പ്രത്യേക വിധി. വധശിക്ഷ കിട്ടിയ പശു. 1621 ജർമ്മനിയിലെ സാക്സോണിയിലാണ് ഈ സംഭവം. ഒരു ദിവസം ഒരു പശു ഒരു സ്ത്രീയെ കുത്തിവീഴ്ത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീടവർ മരണപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ലെയ്പ്സിഗ് സർവകലാശാലയിലെ ലോ ഫാക്കൽറ്റി കോടതിയെ സമീപിച്ചു. അധികം വിചാരണയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല.
പശുവിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഇതോടൊപ്പം മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതായത് വധിക്കപ്പെടുന്ന പശുവിൻ്റെ മാംസം കഴിക്കാനോ അതിൻ്റെ തോൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ല എന്നതായിരുന്നു അത്. 2018 മാർച്ചിൽ US-ലെ ഇദോഹയിലാണ് സംഭവം നടക്കുന്നത്. ഇവിടുത്തെ ഒരു സ്കൂളിൽ സയൻസ് പഠിപ്പിക്കുന്നതിനിടെ ടീച്ചർ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ നടത്തി. ആമയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് അവർ നേരിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത്. ഭക്ഷണമായി നൽകിയതാകട്ടെ ഒരു പട്ടിക്കുട്ടിയെയും. എന്നാൽ ആ ആമ ആ പട്ടിക്കുട്ടിയുടെ ഒരു ഭാഗം അകത്താക്കുകയും ചെയ്തു. ഇത് കണ്ട് കുട്ടികൾ നിലവിളിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഇതോടെ സംഭവം വിവാദമായി. അധികൃതർ അന്വേഷണവും പ്രഖ്യാപിച്ചു. വൈകാതെ തന്നെ ആമയെ കസ്റ്റഡിയിലെടുത്ത് ദയാവധം നടത്തുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ മൃഗങ്ങളെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.